നമസ്കാരം. ലോകകപ്പ് ഫുട്ബോളിന്റെ ഫൈനലിന് ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രമാണ് ഉള്ളത്. മെസ്സിയും യമാലും നേർക്കുനേർ വരുന്ന പോരാട്ടം, അർജന്റീന സ്പെയിൻ പോരാട്ടം. കാത്തിരിപ്പിലാണ് ആരാധകർ, അർജന്റീന ആരാധകർ. ഞാനിപ്പോൾ ചെർപ്പളശ്ശേരി ഹൈസ്കൂൾ ഗ്രൗണ്ടിലാണ് ഉള്ളത്. ഇവിടെ ഇപ്പോൾ ഒരുപാട് ഫുട്ബോൾ കളിക്കാർ നമ്മോടൊപ്പം ഉണ്ട്. അവരിവിടെ കളിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ അവരൊക്കെ ഈ കളി കാണാനുള്ള ഒരു ആവേശത്തിലാണ്. മകൾ എന്താ പറയാനുള്ളത്? കളി പറഞ്ഞോ. ആരാധകരല്ലേ? അർജന്റീന ജയിക്കും. അർജന്റീനയുടെ ഫാനാണ്. അതെ. എന്താ ഉറച്ച വിശ്വാസം? മെസ്സി ഉണ്ട്, നല്ല കളിക്കാരാണ്. അപ്പൊ മെസ്സി രണ്ടാമതും കപ്പ് ഉയർത്തുന്നതാണ് പറയുന്നത്. അതെ അതെ അതെ. സ്പെയിന് നോക്കും. നമ്മൾ സ്പെയിനിലാണ്. അടിക്കും. ഇതുവരെ ഒരു ഗോൾ അടിക്കും. അടിക്കും. നാളെ ഇപ്പോ കളി കാണാൻ വേണ്ടി നിങ്ങളുടെ ക്ഷീണൊക്കെ മാറ്റി. നിങ്ങൾക്ക് സ്കൂൾ പഠിക്കുന്ന കുട്ടികളല്ലേ? അവധി കൊടുത്തിട്ടുണ്ട് സർക്കാർ. അതിനോട് എന്താ പറയുന്നത്? നല്ല അഭിപ്രായം. നല്ല തീരുമാനം. അപ്പൊ ചോദിച്ചോക്കെ ഇവിടെ കൊച്ചു ആരാധികരൊക്കെ ഉണ്ട് നമ്മുടെ. മോളെ കളി കാണാറുണ്ടോ? ആരിഷ്ടം? അർജന്റീന. അർജന്റീന ആരിഷ്ടം? മെസ്സിനെ ഇഷ്ടല്ലേ? ആയിക്കോട്ടെ. മെസ്സിന് എത്ര ഗോൾ അടിക്കും? 2 ഗോൾ അടിക്കും. 2 ഗോൾ അടിക്കും. നമ്മൾ ജയിക്കൂലേ? മെസ്സിന് കപ്പ് ഉയർത്തുക. കളി കാണുവോ? ആയി. ഒരു വാമോസ് അർജന്റീന പറഞ്ഞ അർജന്റീന. അപ്പൊ എവിടെ പറയും? ഇല്ല, ഇന്നത്തെ കളി ഒരു നല്ലൊരു മത്സരം തന്നെ ആവും. നല്ല എതിരാളികളാണ്. എന്നാലും അർജന്റീന രണ്ടാമതും കപ്പ് ഉയർത്തുന്ന തന്നെയാണ് പ്രതീക്ഷ. നമ്മൾ അർജന്റീനയുടെ ഫാനാണ്. തീർച്ചയായും. നമ്മളെ ബ്രസീലിന്റെ ഫാൻസ് ആണ്. അപ്പോ ഇന്ന് സ്പെയിൻ എന്തായാലും അടിക്കും. അത്രേ ഉള്ളൂ. നമുക്ക് ഇന്നിപ്പോ സ്പെയിൻ ജയിക്കണം എന്നാണ് ആഗ്രഹം. അത്രേ ഉള്ളൂ. നമുക്ക് വിരോധം കൊണ്ടൊന്നല്ല, ഫാൻസിന്റെ ഒരു ഇത് കാരണം കൊണ്ട് നമ്മള് അതാണ് ശരിക്കും പറയാനുള്ളത്. ശരിക്കും അർജന്റീനയോട് ആളുകൾക്ക് വിരോധമൊന്നുമില്ല. ഇല്ല, ഈ ആരാധകരെ ഈ നമ്മളെ മേല് കേരളാണ് ഇവരൊക്കെ. അതാണ് അതുകൊണ്ടാണ് നമ്മൾ സ്പെയിന് കപ്പടിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. എന്താണ് സ്കോർ? എങ്ങനെ ഇന്ന് സ്പെയിന് 2, അർജന്റീന 1 അടിക്കുന്ന ഒരു പ്രതീക്ഷ. കഴിഞ്ഞ അർജന്റീനയുടെയും അതുപോലെ സ്പെയിന്റെയും സെമി കണ്ടിരുന്നു. അപ്പൊ കഴിഞ്ഞ തവണ നമ്മൾ മെസ്സി കണ്ടതാണ് അവസാന നിമിഷം തിരിച്ചു വന്നത്. അപ്പൊ ആ ഒരു കളിയൊക്കെ വെച്ച് നോക്കുമ്പോൾ അർജന്റീന ടോപ്പ് ഗിയറിലല്ലേ? അതെ. നല്ല സ്പെയിൻ എന്താ കമ്മിയില്ലത്? അല്ലേ നല്ല പെർഫോമൻസ് തന്നെയല്ലേ. നമ്മള് സ്പെയിന് ജയിക്കും. കാരണം ഞാനൊരു റൊണാൾഡോ ഫാനാണ്. അതുകൊണ്ട് തന്നെ ഈ ആരാധകരോടുള്ള വെറുപ്പ് കൊണ്ടാണ് സ്പെയിനെ സപ്പോർട്ട് ചെയ്യണം. 4-3 സ്കോർ. നല്ലൊരു കളിയായിരിക്കും. ഉണ്ടാവും. ഇത്തവണ മെസ്സി കപ്പടിക്കും. ഇവരുടെ ഈ മറ്റേ സ്പെയിന് ബ്രാസീൽ എന്ന ടീമുകാരുടെ വായ മൊത്തം നടത്തിക്കും. ഇന്ന് പ്രശ്നം അർജന്റീന പിന്നെയും തുടരും. 2ാം കപ്പിൽ മെസ്സി ചുംബിച്ചിരിക്കും. അപ്പൊ നമ്മളിപ്പോ കപ്പടിച്ച എന്തൊക്കെയാണ് നമ്മള് പരിപാടിയൊക്കെ ആസൂത്രണം ചെയ്തിട്ടുണ്ട്? പിന്നല്ല, അതിനൊക്കെ ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. തീർച്ചയായും അർജന്റീന കപ്പടിക്കും. പിന്നെ പരിചയസമ്പന്നതയാണ് അർജന്റീനയ്ക്കുള്ള ഏറ്റവും വലിയ മെച്ചം. സ്പെയിൻ നല്ല എനർജിയുള്ള ടീമാണ്. പക്ഷേ ഞങ്ങൾ എന്തായാലും പൊട്ടിക്കും. പ്രാവശ്യത്തെ സ്കോർ 3-1 നമ്മൾ അർജന്റീന ആരാധകൻ തന്നെയാണ്. തുടക്കം എത്ര 86 വേൾഡ് കപ്പ് മുതൽ നമ്മൾ കാണാൻ തുടങ്ങിയത് 90 വേൾഡ് കപ്പ് ആണെങ്കിലും മറഡോണ മുതലാണ് നമ്മൾ കാണാൻ തുടങ്ങിയത്. പിന്നെ അർജന്റീന കളി അന്ന് മുതൽ ഇന്ന് വരെ അർജന്റീന തന്നെ. ഈ മെസ്സിയിൽ തന്നെയാണ് നമ്മുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. യെസ്, തീർച്ചയായും. മെസ്സി ഒരു ലെജൻഡാണ്. ആക്ച്വലി ഇത്രയും കാലം അത് പിടിച്ചു നിന്ന് 39 വയസ്സ് വരെ കളിച്ചു എന്ന് തന്നെ വലിയൊരു സംഭവമാണ്. എന്ന് മാത്രമല്ല, നമുക്ക് ഇനി ഇങ്ങനെ ഒരു കളി ഇനിയിപ്പോൾ അടുത്ത വേൾഡ് കപ്പിൽ ചിലപ്പോൾ കാണാൻ പറ്റിക്കൊള്ളുന്നില്ല മെസ്സിയുടെ കളി. അപ്പോൾ ഇതൊരു അവസരം കൂടിയാണ് ആക്ച്വലി എല്ലാവർക്കും. ഓക്കെ. അപ്പോൾ മെസ്സി അല്ലെങ്കിൽ അർജന്റീന വീണ്ടും ഒരിക്കൽ കൂടി കപ്പെടുക്കും തന്നെയാണ് നമുക്കൊക്കെ പറയാനുള്ളത്. ഇവിടെ ആരാധകരുണ്ട്. ഇവിടെ നമ്മുടെ കൗൺസിലർ കൂടി ഉണ്ട്. നഗരസഭാ കൗൺസിലറായ സച്ചു ഇവിടെ കളിക്കാനും വന്നിട്ടുണ്ട്. സച്ചു ഏത് ടീമാണെന്ന് ചോദിച്ചോ കേട്ടോ. എൻ്റെ ടീം പോർച്ചുഗലാണ്. ഞങ്ങള് മുന്നേ പുറത്തായി. നിലവിലെ വേൾഡ് കപ്പിന്റെ തുടക്കം മുതലുള്ള സാഹചര്യം വെച്ചിട്ട് അർജന്റീന കപ്പടിക്കാനാണ് സാധ്യത. പിന്നെ നല്ല ഫൈനലായിരിക്കും. കാരണം സ്പെയിനും അത്യാവശ്യം നല്ല ടീമാണ്. കഴിഞ്ഞ കളികളിലൊക്കെ സാധ്യത അതിനാണ്. എന്തായാലും വേൾഡ് കപ്പ് ആഘോഷിക്കുക തന്നെയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നാട്ടിലും പിള്ളേരൊക്കെ വളരെ വലിയ ആവശ്യത്തിലാണ്. പോർച്ചുഗൽ തോറ്റപ്പോഴാണോ നമ്മൾ അർജന്റീനയ്ക്ക് എതിരായി മാറിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയല്ല. നമ്മൾ ഫുട്ബോൾ പ്രേമിയല്ലേ. അപ്പൊ ആ രൂപത്തിലാണ് നമ്മൾ കാണുള്ളൂ. കളി ആസ്വദിക്കുക. അത് ഒരു ആരാധകൻ ചോദിക്കണം, പോർച്ചുഗലിന് എന്തുണ്ടായി? റൊണാൾഡോക്ക് എന്താ പറ്റിയത്? അത് വേൾഡ് കപ്പിൽ ഫൈനലിൽ ഏതായാലും 2 ടീമല്ലേ വരുള്ളൂ. എല്ലാത്തിനും വരാനുള്ള സാഹചര്യം ഇല്ല. ഒരാളല്ലേ കപ്പടിക്കുള്ളൂ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് സമയമുണ്ട്. ഇവരും പോർച്ചുഗൽ വരും. ഇല്ല, നിരാശപ്പെടുത്തി വെച്ചാൽ ഞങ്ങൾ പ്രതീക്ഷിച്ചത്ര ഉയർന്നില്ല എന്നുള്ളത് സത്യം. പോർച്ചുഗൽ കാരണം കേരളത്തിൽ ഇപ്പോൾ മറ്റുള്ള ഫാൻസിന്റെ കൂടെ കടപിടിക്കുന്ന രീതിയിലേക്ക് ആയിട്ടുണ്ട് പോർച്ചുഗൽ. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ പോർച്ചുഗൽ ക്രിസ്ത്യാനോ റൊണാൾഡോന്റെ ആരാധകരായിട്ട് മാറിയിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും
അത് ലോകത്തെ ഏറ്റവും മികച്ച കളിക്കാരൻ തന്നെയാണല്ലോ ക്രിസ്ത്യാനോ. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളൊക്കെ പോർച്ചുഗലായത്. ഇപ്പൊ സാധ്യത കാണുന്നപ്പോ അർജന്റീനയ്ക്ക് തന്നെയാണ്. അതെ, നിലവിലെ സാഹചര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ആ സാഹചര്യങ്ങൾ അർജന്റീനയ്ക്ക് അനുകൂലമായിട്ടല്ലേ മാറാറുള്ളൂ. അതെ 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 കാണാം. ഓക്കെ, സന്തോഷം. ഇവിടെ ആൾക്കുണ്ട്, വരുമോ? എന്താ പറയാള് ഇന്നത്തെ കളിയിൽ? സ്പെയിൻ അടിക്കാനാണ് നമ്മളെ അല്ല ബ്രസീലാണ്. ഓക്കെ, ബ്രസീല് തോറ്റത് കൊണ്ട് സ്പെയിനിലേക്ക് മാറി? അല്ലല്ല, അങ്ങനെയല്ല. നമുക്കിത് ആരാധകരുടെ ഒരു സ്വഭാവം കാരണം കൊണ്ട് സ്പെയിൻ അടിക്കണം. പിന്നെ അല്ലാതെ അർജന്റീനയല്ല. അതെ അതെ, മെസ്സിയുടെ കളി ഇഷ്ടമാണ്. പിന്നെ അതാണ് ആരാധകരുടെ സ്വഭാവം, പിന്നെ അവരെ ആഹ്ലാദ പ്രകടനം കാരണങ്ങൾ നമ്മൾ അങ്ങനെയൊക്കെ ഒരു കാരണത്താൽ സ്പെയിൻ അടിക്കണമെന്നാണ് ആഗ്രഹം. ഓക്കെ, സന്തോഷം. അപ്പൊ അതാണ് ആരാധകർക്ക് ബ്രസീലിന് ക്ഷമിക്കണം, അർജന്റീനക്കെതിരെ മറ്റു ടീമുകളുടെ ആരാധകരൊക്കെ കൂടി അണിനിരക്കുന്ന ഒരു സാഹചര്യം ഇന്നുണ്ട്. ഇനി ഇവിടെയൊക്കെ കുറച്ച് ആൾക്കാർ നിൽക്കണം, നമുക്ക് അവരോടും കൂടി ഈ കളിയെ പറ്റി ഒന്ന് ചോദിച്ചു നോക്കാം. നമ്മൾ ബ്രസീൽ ആരാധകനാണെന്ന് തോന്നുന്നു. ബ്രസീൽ പോയി, ഇപ്പൊ ഫൈനലിൽ ഇപ്പൊ അർജന്റീന സ്പെയിനാണ്. ആര് ജയിക്കാം? സ്പെയിന് ജയിക്കും, സാറാണ്. നമ്മള് ബ്രസീൽ തോറ്റ വിഷമത്തില് സ്പെയിനിന്റെ ഒപ്പം മാറിയോ? അല്ല, കളി കണ്ടിരുന്നോ? കളിയൊക്കെ കാണാറുണ്ടോ? അപ്പൊ അതുകൊണ്ടാണോ, അപ്പൊ യമാലിന്റെ ഒക്കെ ഒരു കളി തെറ്റായോണ്ടാണോ നമ്മൾ അങ്ങനെ പറയുന്നത്? കുറച്ച് മെസ്സിയാണ് ജയിക്കും. അപ്പൊ നാളെ സ്കൂളിൽ അവധിയൊക്കെ കൊടുത്തിട്ടുണ്ട്, അതിലൊക്കെ സന്തോഷം ഉണ്ടോ? സന്തോഷാണ്. എന്താ പറയാനുള്ളത് നമ്മുടെ സർക്കാരിനോട്? എന്താ പറയാനുള്ളത്? എന്താവോ, സന്തോഷായി. അവധി സുഖമായിട്ട് ഉറങ്ങാം. കളി കണ്ടിട്ട് അടിപൊളിയായിട്ട് കളി കണ്ടിട്ട് ഉറങ്ങാം. കളി കാണും. സന്തോഷം തന്നെയാണ്. അപ്പൊ നമുക്ക് ഇവിടെ ആൾക്കാരുണ്ട്. എന്താ പറയുന്നത്? ആരായിരിക്കുന്നത്? അർജന്റീന. അർജന്റീന ഫാനാണ്. മെസ്സി എത്ര പാടി? അറിയില്ല. എന്നാലും എത്ര സ്കോർ ലൈൻ എത്ര ഇന്നത്തെ? സമനിലയോ? സമനില ജയിക്കുക. പെനാൽറ്റിക്ക് പോകും കളി എന്നാണ് പറയുന്നത്. അതിനുള്ള സാഹചര്യം ആരാധകനാണ്. അതെ. അപ്പൊ അതാണ്. ഇനി അവിടെയൊക്കെ ആളുകളുണ്ട്, നമുക്ക് അവരോടൊക്കെ വെറുതെ ഒന്ന് ചോദിച്ചു നോക്കാം. പഴയ കാല കളിക്കാരും പുതിയ കളിക്കാരും ഒക്കെ ഈ ഭാഗത്ത് നിൽക്കുന്നുണ്ട്, കളി കാണാറുണ്ട്. അപ്പൊ ഇന്നത്തെ കളി എന്തായിരിക്കും ഫൈനല്? ഇന്ന് നമ്മൾ അർജന്റീന തോക്കും, ഒരു സംശയമില്ല. അർജന്റീന ഫാനാണ്. പിന്നെ അതെ അതെ, ആത്മവിശ്വാസം മെസ്സിയാണ്. നിലവിലെ കളിയിൽ നമുക്ക് അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അർജന്റീന അത്യാവശ്യം നല്ല ടീമാണ്. സ്പെയിനെ അവർ പൊട്ടി. സ്പെയിൻ മോശക്കാരൊന്നും അല്ല, രണ്ടു കരുത്തരായ ടീം തന്നെയാണ്. നിലവിലെ സാഹചര്യം കളികൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ അർജന്റീന നോക്കുന്നതന്നെയാണ് നമ്മുടെ ഒരു വിശ്വാസം. എന്തായിരിക്കും ഒരു സ്കോർ ലൈൻ നമുക്കൊന്ന് പറയാൻ കഴിയും? സ്കോർ 2-1 അർജന്റീന ജയിക്കാൻ സാധ്യത. അതെ, പെനാൽറ്റിയിലേക്കൊന്നും പോകാൻ ഇല്ല, പെനാൽറ്റിക്ക് സാധ്യത കുറവാണെന്ന് തോന്നുന്നു. മെസ്സി ഗോളടിക്കട്ടെ. അതെ മെസ്സി അല്ലാതെ വേറെ ആര് എന്തായാലും ജയിക്കും, കളി ജയിക്കും. അപ്പൊ അങ്ങനെ ഒരു കപ്പ് കൂടി പിന്നല്ല, പിന്നെ നാളെ നമുക്ക് അവധിയല്ലേ. അതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കല്ലേ. എന്നാലും അർജന്റീന ജയിക്കും, ആ ആവേശത്തിലാണ് നിൽക്കുന്നത്. ബ്രസീല് ജയിക്കും. നമ്മൾ സ്പെയിൻ്റെ ആളാണോ അതോ ബ്രസീലിന്റെ ആളാണോ? സ്പെയിൻ രണ്ടുണ്ട്. നമുക്ക് അർജന്റീന അത്ര ഇഷ്ടമല്ലേ? അപ്പൊ സ്പെയിൻ ജയിക്കുന്നതാണ് പറയുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ അതാണ് നമ്മളിപ്പോ ഈ ലോക ഫുട്ബോളിന്റെ ആവേശം അവസാന മണിക്കൂറുകളിലെ ഫൈനലിലെ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ഉള്ള ആരാധകരുടെ ഒരു പ്രതികരണമാണ് നമ്മളിപ്പോൾ ചെർപ്പശ്ശേരിയിൽ നിന്ന് കണ്ടത്. എന്തായാലും അർജന്റീനയ്ക്ക് തന്നെയാണ് കൂടുതൽ ആരാധകർ. മെസ്സിയിൽ അവർ വിശ്വാസം അർപ്പിക്കുന്നു. മെസ്സി ഗോളടിച്ചുകൊണ്ട് അർജന്റീനയെ ഒരിക്കൽ കൂടി ലോകകപ്പ് നേടിക്കൊടുക്കും എന്ന പ്രതീക്ഷ തന്നെയാണ് അർജന്റീനിയൻ ആരാധകർക്കുള്ള. എന്തായാലും സ്പെയിനും മോശക്കാരല്ല. മറ്റ് എതിർ ടീമുകളുടെ ആരാധകരൊക്കെ സ്പെയിനിനോടൊപ്പം ചേർന്ന് ഇന്ന് രംഗത്തുണ്ട്, അർജന്റീനയ്ക്ക് എതിരായി രംഗത്തുണ്ട്. എന്തായാലും അതൊന്നും പ്രശ്നമല്ല എന്നുള്ള മട്ടിൽ തന്നെയാണ് അർജന്റീന ആരാധകരുള്ളത്. എന്തായാലും ആ കളി ആരംഭിക്കാനുള്ള കാത്തിരിപ്പിലാണ് അർജന്റീന ആരാധകർ, ഓരോ ഫുട്ബോൾ പ്രേമികളും. ക്യാമറമാൻ അനസിനൊപ്പം ചെർപ്പശ്ശേരിയിൽ നിന്നും പ്രദീപ് പട്ടാൻ.